എമ്പുരാൻ സിനിമയെ കടന്നാക്രമിച്ച സംഘപരിവാർ രംഗത്ത്. എമ്പുരാൻ ഹിന്ദുവിരുദ്ധ ദേശവിരുദ്ധ സിനിമയെന്ന ഓർഗനൈസറിൽ RSSന്റെ രൂക്ഷ വിമർശനം. പൃഥ്വിരാജിനെതിരെ വിദ്വേഷ പരാമർശവുമായി യുവമോർച്ചയും രംഗത്തെത്തി. അതേസമയം RSSന്റെ നിലപാടിന് വിരുദ്ധമായ നിലപാടാണ് കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ പ്രകടിപ്പിച്ചത്. ഇതിനിടെ കളക്ഷൻ റെക്കോർഡുകൾ തകർത്ത എമ്പുരാൻ തിയേറ്ററുകളിൽ മുന്നേറുകയാണ്. കലാസൃഷ്ടികൾ പോലും ഹൈന്ദവ തീവ്രവാദികളെ അലോസരപ്പെടുത്തുന്നു എന്നതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് എമ്പുരാൻ സിനിമയ്ക്കെതിരെ ഇപ്പോൾ ഉയരുന്ന പ്രതിഷേധം. മോഹൻലാൽ, പൃഥ്വിരാജ് ഉൾപ്പെടെയുള്ളവരുടെ സാമൂഹ്യ മാധ്യമ പോസ്റ്റുകൾക്ക് താഴെ അശ്ലീല കമന്റുകളുമായി സിനിമ ഇറങ്ങിയത് മുതൽ സൈബർ ആക്രമണം നടത്തുകയാണ് ഇക്കൂട്ടർ. മോഹൻലാൽ അഭിനയിച്ച എമ്പുരാൻ സിനിമ ഹിന്ദു വിരുദ്ധ രാഷ്ട്രീയ അജണ്ട മുന്നോട്ട് കൊണ്ടുപോകാൻ ഗുജറാത്തിലെ ഗോദ്ര കലാപത്തെ ചൂഷണം ചെയ്യുന്നുവെന്ന് സ്ഥാപിച്ചാണ് RSS മുഖവാരികയായ ഓർഗനൈസറിന്റെ ലേഖനം. ഹിന്ദുക്കളെ നരഭോജികളായി അസ്വസ്ഥമാക്കുന്ന ചിത്രീകരണമാണ് ചിത്രത്തിലുള്ളതെന്നും ലേഖനത്തിലുണ്ട്. രാഷ്ട്രീയ പ്രചാരണത്തിനായുള്ള ഒരു വേദിയായി സിനിമയെ സംവിധായകൻ പൃഥ്വിരാജ് സുകുമാരൻ ഉപയോഗിച്ചിട്ടുണ്ടെന്നും ലേഖനത്തിൽ കുറ്റപ്പെടുത്തുന്നു. പൃഥ്വിരാജിനെതിരെ വിദ്വേഷ പരാമർശവുമായി യുവമോർച്ച നേതാവും രംഗത്തുണ്ട്. പൃഥ്വിരാജിന്റെ വിദേശ ബന്ധങ്ങൾ അന്വേഷിക്കണമെന്ന് യുവമോർച്ച സംസ്ഥാന ജനറൽ സെക്രട്ടറി K. ഗണേഷ് ആവശ്യപ്പെട്ടു. പൃഥ്വിരാജിനെതിരെ ദേശീയ ഏജൻസികൾ അന്വേഷണം നടത്തണമെന്നും K. ഗണേഷ് ഫേസ്ബുക്കിൽ കുറിച്ചു. എമ്പുരാൻ സിനിമ BJPക്ക് ഗുണം ചെയ്യുമെന്ന് കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ പ്രതികരിച്ചു. എല്ലാ വീടുകളിലും എമ്പുരാനെ പറ്റി ചർച്ച ചെയ്ത് എങ്ങനെയാണോ മോഹൻലാൽ മഞ്ഞിൽ വിരുന്ന പൂക്കളിൽ നിന്ന് ഈ രീതിയിലേക്ക് ഉയർന്നത്, അതേപോലെ BJP ഉയരും. അതേസമയം എമ്പുരാനെതിരായ പ്രചാരണം തുടരേണ്ടെന്നും നേതാക്കൾക്ക് രഹസ്യമായി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇതിൽ തന്നെ രണ്ടഭിപ്രായം ഉയരുന്നത് BJPക്കും RSSനും തലവേദനയായിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, കൈരളി ന്യൂസ്.